നമസ്കാരം കൂട്ടുകാരെ, ദീപ്തീസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മീൻ വറുക്കാനുള്ള മസാലയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. പാചകം ചെയ്യാനറിയാത്ത തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. മീൻ വറുത്തെടുക്കാനുള്ള ചില ഭാഗങ്ങളിൽ പൊരിച്ചെടുക്കുക എന്നാണ് പറയുക. അതിനുള്ള കൂട്ടാണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ജീരകം, കുരുമുളക്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം അതിൽ കുറച്ച് ഉപ്പ് ചേർക്കണം. എന്നിട്ടാണ് നമ്മൾ മീനിൽ തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. ഇനി വറക്കാനായി വരഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള മീനിലേക്ക് ഈ മസാല നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കണം. നല്ല വരഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ള മീനാണ് കേട്ടോ. നിങ്ങൾക്കറിയോ ഇത് എന്ത് മീനാണെന്ന്? ഇത് നമ്മുടെ നാട്ടിൽ മുള്ളെന്ന് അറിയപ്പെടുന്ന മീനാണ് കേട്ടോ. അത് പക്ഷേ ഗൾഫിൽ മുള്ളൻ്റെ ഒരു വലുപ്പം നോക്ക്, എന്തൊരു വലിയ മീനാണ് അല്ലേ. ഞാനിത് പെട്ടെന്ന് കണ്ടപ്പോഴേ ആവോലിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് മുള്ളനാണ് കേട്ടോ. നന്നായിട്ട് മസാല തേച്ച് ഉള്ളിലൊക്കെ നന്നായി പിടിക്കുന്ന പോലെ മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം. നല്ലതാണ് മീനിലേക്ക് നന്നായി പിടിക്കുകയുള്ളൂ. അതിന് ശേഷം ഇതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിന് ഉള്ളിലേക്കൊക്കെ നന്നായി മസാല പിടിച്ചാൽ മാത്രമേ നമുക്ക് വറുത്ത രുചി ഉണ്ടാവുള്ളൂ മീനിന്. ഈ ചെറിയ മീൻ ഏതാണെന്നറിയോ? ഞാനിത് നമ്മുടെ നാട്ടിൽ വെള്ളൂരിയൊക്കെ ഉണ്ടല്ലോ, വെള്ളൂരി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. ആ മീനാണെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷെ ഇത് ആ മീനല്ല, മറ്റേതോ മീനാണ്. എനിക്കതിൻ്റെ പേരെന്താണെന്നറിയില്ല. നല്ല രുചിയുണ്ട്, പക്ഷേ മീൻ വെള്ളൂരി അല്ല. മീൻ വറക്കുന്നതിനായിട്ട് ഒരു ചട്ടി, ഞാനൊരു ഫ്രൈ പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വറക്കാനുള്ള മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ മീൻ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ കാത്തിരിക്കാം. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ച് ഇട്ട് അടുത്ത ഭാഗം കൂടി മൊരിയിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു വശം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു വശം മൂത്ത് കഴിഞ്ഞു, അടുത്ത വശത്തേക്ക് മറിച്ചിടുകയാണ്. ഇങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം അടുത്ത വശം കൂടി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ വറുത്തതും ചോറും കൂട്ടി ഒരു പിടി പിടിക്കുക എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.